എത്ര നാണം കെട്ട വർത്താന സത്യം. തനിക്ക് നാണമുണ്ടോടോ ഇത് എന്നോട് പറയാൻ? എന്താടി കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ല. പെണ്ണിന് അഹമ്മദ് കുറച്ച് കൂടുന്നുണ്ട്. പുറത്താണെങ്കിൽ ഞാൻ ഒരു സംശയവുമില്ല. അനാവശ്യം പറഞ്ഞാൽ അടിച്ച് പല്ല് ഞാൻ പൊളിക്കും. ഇതുണ്ടാ ഇതിന്റെ ഇടയിലില്ലേ കഴുത്തിറക്കിട്ട് അവനെ കാണാൻ എനിക്ക് ഓർമ്മയില്ലേ കാണാം. അതിന്റെ പേരിൽ എന്ത് വന്നാലും വെച്ചോ, വരുന്നോടത്ത് അത്രേ ഉള്ളൂ. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവളെ പോലുള്ള ഒരുപാട് പേര് കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അതായത് സ്ത്രീ കാർഡ് എടുത്തുകൊണ്ട്, അതായത് സ്ത്രീകൾക്കുള്ള മുൻഗണന മിസ്യൂസ് ചെയ്യുന്ന നേരത്തെ ലക്ഷ്മി വളരെ കറക്റ്റാണ്. അല്ല ചെറ്റവർത്താനം പറയല്ലേ, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് വെറുതെ വഴിക്കൂടെ പോകുന്ന ആൾക്കാരെ നശിപ്പിക്കുന്ന അവരുടെ അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. ക്യാരക്ടർ, അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരുപാട് സ്ത്രീകൾ പുറത്തുണ്ട്. നമ്മളെയാണല്ലോ മച്ചമ്പി. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇതിൽ ഒന്നാണ് ഇപ്പൊ ബിഗ് ബോസിൽ ഇരുന്നിട്ട് നമ്മുടെ കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബിഗ് ബോസിന്റെ അടുത്ത് എനിക്ക് റിക്വസ്റ്റ് ആണ്, ലാലേട്ടന്റെ അടുത്ത് റിക്വസ്റ്റ് ആണ്. ഇവൾ എന്റെ അടുത്ത് പബ്ലിക് ആയിട്ട് സോറി പറയണം, മാപ്പ് പറയണം. ചെയ്തു പോയ തെറ്റിന് പരസ്യമായി മാപ്പ് പറയണം. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. മാപ്പ് പറഞ്ഞിട്ട് പോടാ. അനുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൻസ് ഇല്ലാത്ത വൃത്തികെട്ട മനസ്സ്. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ അനുമോൾ ശ്രദ്ധിക്കേണ്ടത്, പുറത്താണെങ്കിൽ ഇങ്ങനെ ഇനോഗ്രേഷന് പോവാൻ രണ്ട് കാലും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ പ്രശ്നക്കാരനാടാ, അവനത് ചെയ്യും. നീ ചെയ്തതിന് നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടതാ. പുറത്താണ് പറയട്ടെ, അകത്തായത് നിന്റെ ഭാഗ്യം. ഇനി ഞാനിവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാല് ചപ്പിയ മാങ്ങ. ഒരുപാട് വൃത്തികെട്ട സ്ത്രീകൾ എങ്ങനെയുണ്ട്, അതിലൊന്നാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. ഒന്നിനും പറ്റില്ലെങ്കിൽ തോൽപ്പിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ വൃത്തികെട്ട പരിപാടിയാണ്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ?